ഹലോ, ഇന്ന് ഒരു ഇഞ്ചിപ്പുളിയുടെ റെസിപ്പിയാണേ. നമ്മൾ സദ്യക്കൊക്കെ ഇഞ്ചിക്കറി ഉണ്ടാക്കും. ഇത് ഇഞ്ചിക്കറിയല്ല, കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഇഞ്ചിപ്പുളിയാണേ, ഇഞ്ചിക്കറിയല്ല കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കൽച്ചട്ടിയാണ് അടുപ്പിൽ വെച്ചിരിക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടി പരന്ന ഒരു പാത്രം എടുക്കുകയാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിനുശേഷം അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുകയാണേ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഈ എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് വറുത്തെടുക്കുവാണ്. ചതച്ചെടുക്കുകയാണെങ്കിൽ അത് അടിയിലൊക്കെ ഇങ്ങനെ പിടിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് കുറച്ചും കൂടി ഇങ്ങനെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ അതായിരിക്കും വറുത്തെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമേ. അങ്ങനെ നമ്മുടെ ഈ ഇഞ്ചി ഏതാണ്ട് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഒരു നല്ല ബ്രൗൺ കളറായിട്ട് എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് വരുന്ന ആ ഒരു ഇതുവരെ ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി ഒന്ന് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഈ എണ്ണയിലേക്ക് തന്നെ ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വരുമ്പോൾ നമുക്കതിലേക്ക് ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഉണക്കമുളകൊക്കെ നിങ്ങളുടെ അളവിന് ആവശ്യമായിട്ട് ചേർക്കാം. ഇനി അതിലേക്ക് ഇഞ്ചിയുടെ ഒരു പകുതി അളവിൽ ചെറിയ ഉള്ളി അരിഞ്ഞതാണ് ചേർക്കുന്നത്. അതേപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് അതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാമേ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും അതേപോലെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും അതേപോലെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. നിങ്ങൾ കാശ്മീരി ചില്ലിയൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം, കാരണം എരിവ് കുറവാണല്ലോ. അതിനുശേഷം ഞാനതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയും അതേപോലെ 1 ടീസ്പൂൺ അളവിൽ കായം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. അതിനുശേഷം ഞാൻ പുളിവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. പുളിവെള്ളം കൂടി ചേർത്ത് നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ശർക്കര സിറപ്പാക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ നേരത്തെ ശർക്കര ഉരുക്കിയപ്പോൾ കുറച്ച് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചിരുന്നതാണ്. ഇനി അതുകൂടി ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ കുറച്ച് നാളധികം യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് നല്ല തിക്കായിട്ട് ഞാൻ കുറുക്കിയെടുക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി ഉണ്ടല്ലോ, അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കാമേ. ഈ ഇഞ്ചിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഒന്നുകൂടി തിളച്ച് നന്നായി മിക്സായി കുറുകി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇഞ്ചിപ്പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.